ഹലോ. അപ്പൊ എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങൾ? എല്ലാരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലേ വെച്ചിട്ടാണ് ട്ടോ. നമ്മൾ ഫേവിക്കോളും അതുപോലെ കോൺഫ്ലവറും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലേ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂട്ടോ. 2 മാസം എടുത്തായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്ലേ ഉണ്ടാക്കി വെച്ചിട്ട് ട്ടോ. നല്ല രീതിയിൽ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം നാളെ ഇത് നീണ്ടു നിൽക്കൂട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ക്ലേ നന്നായിട്ടൊന്ന് കുഴച്ച് സ്മൂത്ത് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രാക്സ് ഒന്നും അധികം വരത്തില്ല കേട്ടോ. എന്നിട്ട് ഇപ്പതാ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് എത്ര സൈസാണോ ആവശ്യം അത്രക്കുള്ള ഒരു കട്ടർ യൂസ് ചെയ്തിട്ട്, ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പാത്രത്തിന്റെ അടപ്പാണ് കേട്ടോ, മൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മൂടിയുടെ വലുപ്പം കൂട്ടി കുറച്ചൊക്കെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക സർക്കിളായിട്ട് കേട്ടോ. എന്നിട്ട് ഇപ്പതാ ഇതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലേ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്, എന്നിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് തന്നെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ അത് ഒട്ടിക്കിട്ടും കേട്ടോ. കാരണം നമ്മളിത് ഫെവിക്കോളും കോൺഫ്ലോറും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ എക്സ്ട്രാ ഒരു ഗമ്മിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഫെവിക്കോൾ. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ഒരു ക്ലേ പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കട്ടിംഗ് മാറ്റിലും അതുപോലെ ടേബിളിലും ഒക്കെ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പൗഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ കട്ടിംഗ് മാറ്റിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പൗഡർ യൂസ് ചെയ്ത് നാശാക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്നാലും പൗഡർ യൂസ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ട് ഇത് ഒരു കുഞ്ഞു ഫ്രോഗും അതുപോലെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു മഷ്റൂമും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ഡേയ്സ് ഒക്കെ വേണം കേട്ടോ. ഒരു 2 ഡേയ്സ് ആവാതെ ഇത് എങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ഡ്രൈ ആയിട്ട് വരത്തില്ല. ഡ്രൈ ആവാതെ നമ്മൾ ഇത് പെയിന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിന്റിന്റെ സ്റ്റെയിൻ ഒന്നും നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എനിക്കൊരല്പം ധൃതി കൂടിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആവണതിന് മുമ്പ് തന്നെ ഞാൻ പെയിന്റ് അടിച്ചു കേട്ടോ. ഒരു ദിവസം മാത്രമേ ഇത് ഉണങ്ങാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇതാ നമ്മുടെ മഷ്റൂമിന് എപ്പോഴത്തെയും പോലെ തന്നെ റെഡും അതുപോലെ വൈറ്റ് പോൾക്ക ഡോട്ട്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ തവളക്കുട്ടന് നമ്മൾ ഒരു ഗ്രീൻ കളർ മാത്രം അടിച്ചെടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പൊ മൂപ്പരൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. നമ്മൾ ഇത് മുഴുവനായിട്ടും പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അക്രലിക് പെയിന്റ് ആണ് കേട്ടോ. അതാകുമ്പോൾ വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബ്ലഷ് ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കാറില്ലല്ലോ. അപ്പൊ ഇനി അതിനൊരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് 2 ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗം ഒരല്പം പ്ലെയിൻ ആയി തോന്നിയപ്പോൾ അവിടെ കുറച്ച് ഫ്ലവേഴ്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഡിഷിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ DIYയിലേക്ക് പോകട്ടോ. ഈ ഒരു ഐറ്റവും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലേ വെച്ചിട്ട് തന്നെ ഉണ്ടോ ചെയ്യണത്. ഞാൻ ഈ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് ക്ലേ എന്ന് പറയുന്നത് നിങ്ങൾ കാര്യാക്കണ്ട, നിങ്ങളെ കയ്യിലുള്ള ക്ലേ വെച്ചിട്ട് ഇത് ചെയ്യാട്ടോ. അതിപ്പോ മോൾഡിഡ് ക്ലേ ആയിക്കോട്ടെ, ടെറാക്കോട്ട ക്ലേ ആയിക്കോട്ടെ, സൂപ്പർ ക്ലേ ആയിക്കോട്ടെ, എന്ത് ക്ലേ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഒരു MDF ബോർഡിലാണ് കേട്ടോ. MDF ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് കാർഡ്ബോർഡിന്റെ പീസ് ഇല്ലേ, അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഒരു MDF ബോർഡ് ഞാൻ മേടിച്ചിട്ട് അത്യാവശ്യം കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിലുള്ള MDF ബോർഡ് ആയിരുന്നു ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് വെച്ച് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ഐഡിയാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്യാൻ വേണ്ടി പറ്റും ട്ടോ. അപ്പൊ നിങ്ങളിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഇപ്പതാ നമ്മൾ പറഞ്ഞു വന്ന് നമ്മളൊരു 3 മഷ്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്ടോ നമ്മൾ ഇത്രയും തിക്നെസ്സിൽ നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ട് മഷ്റൂംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പതാ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു 3 മഷ്റൂംസിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുഞ്ഞു മഷ്റൂം ആണ് ട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിലും അറിയിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ചോദിക്കുന്നത് പോലെ തന്നെ
നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ മഷ്റൂംസിനൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ദാ നമ്മള് ഈ ഒരു ഒഴിച്ചിട്ടിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, അവിടം കൂടി ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഗ്രീൻ കളറും അതുപോലെ കുറച്ച് ബ്ലാക്ക് കളറും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. മഷ്റൂമിന് നമ്മൾ ലൈറ്റ് കളർ ഷെയ്ഡാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. ഇനിയിപ്പോ ദാ കുറച്ച് കമ്പും ചില്ലും ഇലകളും ഒക്കെ വരച്ച് ഒന്ന് കളറാക്കി എടുക്കട്ടോ. ഇത്രയും ചെയ്തു വന്നപ്പോ തന്നെ ഇതൊരു ഫാരി ലുക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെയ്തു വന്നപ്പോ എനിക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച ആ ഒരു രീതിക്ക് തന്നെ ഇതിനെത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊമ്പുകളൊക്കെ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഷെയ്ഡില്ലേ, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഗ്രീൻ കളറിലേക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് അവസാനം നമ്മൾ റെസിൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഗ്ലോസി ഫിനിഷിങ് കിട്ടും കേട്ടോ. നല്ല രസമായിരിക്കും അപ്പൊ കാണാൻ വേണ്ടിയിട്ട്. എല്ലാന്നുണ്ടെങ്കിൽ വാർണിഷ് അടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.